ഞാൻ കള്ളുടിച്ച് ബോധമില്ലാത്തപ്പോ അവൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് അവന്റെ വിചാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ക്രിസ്റ്റിയല്ല, ക്രിസ് ആണ്. ക്രിസ് ഇമ്മാനുവൽ. നീ പറയുന്നത് വെച്ച് നോക്കിയാ ക്രിസ്റ്റി ആൾമാറാട്ടം നടത്തി നിന്നെ അവൻ ചതിക്കുവാണെന്നല്ലേ? നീ ഇതറിഞ്ഞിട്ടും പിന്നെ എന്ത് ധൈര്യത്തിൽ അവനോട് അടുത്തത്? അവൻ ക്രിസ്റ്റി അല്ലെന്നുള്ള ധൈര്യത്തിൽ. ഇതാ അവന്റെ ഉദ്ദേശം വേറെന്തെങ്കിലും ആണെങ്കിലോ? എന്താണേലും എന്നെ വേദനിപ്പിക്കാനല്ലെന്നൊരു വിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. നീ അവനെ മുൻപ് കണ്ടിട്ട് പോലുമില്ല. ആരെന്ന് പോലും അറിയാത്തൊരുത്തിനെ എങ്ങനെയാടാ വിശ്വസിക്കുന്നത്? ഞാൻ ക്രിസ്റ്റിയെ സ്നേഹിച്ചത് അവനെ കണ്ടിട്ടോ നേരിട്ട് സംസാരിച്ചിട്ടോ അല്ല. എടാ, അതാ ഞാൻ പറഞ്ഞേ, നീ കത്തിക്കണ്ട ആളെ അല്ലായിരുന്നു നീ നേരിട്ട് കണ്ട ക്രിസ്റ്റി. അതുപോലെ ഈ കാണുന്നതല്ലെങ്കിലോ അവൻ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മളെ കാണുന്ന ക്രിസ്റ്റിയാണ് ഞാൻ കത്തിലൂടെ മനസ്സിലാക്കിയത്. രണ്ടും ഒരേപോലെ എനിക്ക് തോന്നുന്നു. മിക്കി, ഇനി എങ്ങാനും എനിക്ക് തെറ്റുപറ്റിക്കാണോ? അവൻ ക്രിസ്റ്റി അല്ലെന്ന് അറിഞ്ഞിട്ടും നീ എന്താ അവനോടൊന്നും ചോദിക്കാതെ? അത് അവനായി തന്നെ എന്നോട് പറയണമെന്നൊരു തോന്നൽ. ഞാൻ പലതവണ പറയാനായി അവസരം കൊടുത്തത്, അവനെ പറയിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അവനൊന്നും വിട്ടു പറയുന്നില്ല. അതിനവൻ എന്തെങ്കിലും കാരണം കാണും. എന്തായാലും ഞാനൊരു കാര്യം പറയാം മിക്കി, ഇപ്പൊ എനിക്ക് ടെൻഷനോ സങ്കടമോ ഒന്നുമില്ല. ഐ എം സോ ഹാപ്പി. എനിക്കതുപോലെ. നമുക്ക് കുറച്ച് ദിവസം മുൻപ് കുറച്ച് മെയിൽ വന്നിരുന്നു. അത് നമ്മളെ സീനാക്കാത്തോണ്ട് അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തില്ല. അപ്പൊ ഡീല് ക്യാൻസൽ ആയി കാണുമല്ലോ. അതെ, പിന്നീട് മെയിൽ എന്താണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോഴാ മനസ്സിലായി അത് നമുക്ക് ഡീല് തരാൻ വന്നവരല്ല, മറിച്ച് നമുക്ക് തീർക്കേണ്ടവരാണെന്ന്. എന്തായിരുന്നു ആ മെയിലില്? ഒരാളെ കൊല്ലാൻ. ആളെ നിങ്ങൾക്കറിയാം, അയാൻ ഫിലിപ്പ്. എവിയോ? അതെ, നമ്മുടെ എവി തന്നെ. മെയില് വന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നായതുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ക്രിസ്, എവിനെ നീ ഒന്ന് സൂക്ഷിക്കണം. കാരണം എവിനെ ടാർജറ്റാക്കി അവര് നമ്മുടെ സഹായം കിട്ടിയില്ലെങ്കിലും അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇച്ചായ, എന്റെ ചെക്കനെ ഉപദ്രവിക്കാൻ നോക്കിയ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. സർ, ഐസക്കിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. അവൻ ഇപ്പോഴും ഗോവയിൽ തന്നെയാണ്. ആകെ കോണ്ടാക്ട് ചെയ്തത് ജിമ്മി എന്നൊരാളെ മാത്രമാണ്. അത് ഐസക്കിന്റെ ഫ്രണ്ടാ. പക്ഷെ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയത് എന്തെന്നാ, ജിമ്മി ഒരു ക്രിമിനലാണ്. 1 year ആയിട്ടേ ഉള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഒരാളെ കുത്തിയ കേസാ. പിന്നെ ഒരു ലോക്കൽ സെറ്റപ്പും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഐസക്ക് വെറുതെ ഇരിക്കാൻ വഴിയില്ലെന്ന്. അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സർ, അയാളുടെ പുറകെ പോയാ ഒരുപക്ഷെ നമുക്ക് കില്ലേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കാം. യാ സച്ചിൻ, ആ ജിമ്മിയുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയക്കേ. ഓക്കെ സർ. നിന്റെയൊക്കെ പ്രശ്നം എന്താ? ഇത് ട്രിപ്പാണോ അതോ നീക്ക് ശവത്തിന് കാവലിരിക്കാൻ വന്നതാണോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണേ. നാട്ടിലില്ലാത്ത പ്രശ്നവും കെട്ടിപ്പിടിച്ചിരിക്കുക രണ്ടും തമ്മിലുള്ള പിണക്കം മാറിയോ? അത് മാറി. അത് ഞങ്ങൾ പറഞ്ഞു തീർത്തു അല്ല എവി? അതെ, പറഞ്ഞു തീർക്കാൻ മാത്രം ഇത്ര വലിയ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. ഒന്നും മര്യാദയ്ക്ക് പുറത്തു പോലും പോയില്ല. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഞാനെന്താ പുകയാണോ എന്നെ കാണാതിരിക്കാൻ? നീ എന്തിനാ ഇങ്ങനെ വയലന്റ് ആകുന്നേ? വയലന്റ് ആക്കാതെ 2 ദിവസം ആയടാ പട്ടിക. നീക്ക് എന്നോടൊന്നും മിണ്ടിയിട്ട്. ക്രിസ്റ്റിയെ വിട്. അവൻ ബിസിനസ് പ്ലാനിങ് കാരണം മാറി നിൽക്കുമെന്നെങ്കിലും പറയാം. നിനക്കൊക്കെ എന്താ പ്രശ്നം? ഒരുത്തനാണെ ഹരിയുടെ മൂട്ടിന്ന് മാറിയിട്ടില്ല. വഴി കൂടെ പോണേയില്ല എന്റെ തലയിലാണല്ലോ ദൈവമേ. വേറൊരുത്തനാണ് ഞാൻ ഈ പഞ്ചായത്തിലേ ഉള്ളതല്ലെന്നുള്ള മട്ടി ഫ്യൂസ് പോയ പോലെ നടക്കാം. ആനി, നിന്റെ ഫ്രസ്ട്രേഷൻ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് ഞങ്ങൾ പറഞ്ഞു തീർത്ത് സോൾവ് ആക്കി. ഇതിന്റെ ഇടയില് നിന്നെ കൂടെ വലിച്ചിട്ട് മുഷിപ്പിക്കണ്ടെന്ന് കരുതി, അല്ലാതെ വേറൊന്നുമില്ല. ഇല്ലേ, നിനക്കൊക്കെ കൊള്ളാം. അല്ലവി, ക്രിസ് എന്തി? അവൻ രാവിലെ തന്നെ പോയി. എവിടാന്നൊന്നും പറഞ്ഞില്ല. ക്രിസോ? അല്ല, ക്രിസ്റ്റി. ക്രിസ്റ്റി എന്നല്ലടാ നീ പറഞ്ഞേ. നീ കേട്ടതിന്റെ കുഴപ്പ. വെയിറ്റ് എ മിനിറ്റ്, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മ വന്നു. ആൻസന്റെ ഫ്രണ്ട് അല്ലേ ക്രിസ് ഇമ്മാനുവൽ? നിനക്ക് ക്രിസിനെ അറിയോ? പേഴ്സണലി ഇല്ല, ആൻസൺ പറഞ്ഞറിയാം. അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. നിനക്കറിയാൻ വഴിയില്ലേ? നിന്റെ ബോയ് ഫ്രണ്ട് ക്രിസ്റ്റിയുടെ ട്വിൻ ബ്രദർ അല്ലേ? അല്ല, പുള്ളി കോമയിലായിരുന്നല്ലോ. എഴുന്നേറ്റോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എവി, നീ വന്നേ. ദാ പോയി. ഇവന്മാർക്ക് ഇതിന് മാത്രം എന്താണോ മാറിയെന്ന് സംസാരിക്കാനുള്ള. അയൽക്കൂട്ടത്തിലെ ചേച്ചിമാർക്ക് പോലും കാണില്ല ഇത്രയും സ്വകാര്യത.
എവി, അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കോമയിലായത് ശരിക്കും ക്രിസ്റ്റിയാ. ക്രിസ്റ്റാണെന്ന് അവൻ എല്ലാരും തെറ്റിദ്ധരിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. അത് നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അവന്റെ ബോഡി എക്സാക്ട്ലി ക്രിസ്റ്റിയുടെ തന്നെയാ. ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. എടാ, അവർ ട്വിൻസ് അല്ലേ? ആണേലും അവർ തമ്മിൽ എന്തേലുമൊക്കെ ഡിഫറൻസ് കാണില്ലേ? ഇതിപ്പോ ക്രിസ്റ്റിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തോണ്ട് അത് പറയാൻ പാടാ. എന്തായാലും ഇത് വിട്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയില്ലേ? ഇനി അവരായി തന്നെ പറയട്ടെ. അത് ശരിയാ. പക്ഷെ എനിക്ക് ഒരാളോട് 2 വർത്താനം പറയാനുണ്ട്. ഡോ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്തേ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൻ പുറത്തുപോയി, ഇപ്പൊ വരും. എന്താ? താൻ പഠിച്ച കള്ളനാന്ന് എനിക്കറിയാം. എന്നോട് സത്യം പറയാതിരിക്കാൻ താൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എന്താ മിക്കി? എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം അത് ക്രിസ്റ്റിയെ കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ എവിടെയും കഷ്ടകാലം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെന്താ? ഉണ്ടാവില്ലായിരിക്കും. എവി സേഫ് ആണെന്ന് എനിക്കിപ്പോ ഒരു ധാരണയായി. പക്ഷെ ഞാനോ? താനൊരു ഫ്രോഡാണ്. കാര്യങ്ങൾ ഒളിപ്പിക്കാൻ താൻ എന്ത് ഡ്രാമയും കളിക്കുമെന്ന് എനിക്കറിയാം. മിക്കി, എന്റെ അടുത്ത് വരരുത്. ഇതെന്താ കത്തി? തന്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായാലേ പറ്റൂ. എന്തിനാ ചിരിക്കുന്നേ? നിന്റെ കത്തി പിടുത്തം കണ്ടാ അറിയാം നീ ഇതുവരെ ഒരു ആപ്പിള് മുറിക്കാൻ പോലും അത് ഉപയോഗിച്ചിട്ടില്ലെന്ന്. പിന്നെ എനിക്കതല്ല ജോലി. മിക്കി, എന്താ നിന്റെ പ്രശ്നം? ആൻസൺ, നിങ്ങൾക്കിപ്പൊ കിട്ടുന്ന അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇത് ക്രിസ്റ്റിനോടും കൂടെ പറഞ്ഞേക്ക്. മിക്കി, എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, എവിക്കും അറിയാം. അതുകൊണ്ടാ പറഞ്ഞ. എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ നോക്ക്. ഇല്ലേ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. മിക്കി, നീ എന്നിട്ടും എന്താ ഒന്നും ചോദിക്കാത്തെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലാത്തോണ്ടാണല്ലോ ഒളിപ്പിക്കാൻ നോക്കുന്നത്. നിക്ക്, ഇതാണ് കറക്റ്റ് ടൈമെന്ന് എനിക്ക് തോന്നുന്നു. നീയെങ്കിലും എല്ലാം അറിയണം. എല്ലാം. അപ്പോ നീ പറയുന്നത് അവരുടെ സോള് സ്വിച്ച് ആയെന്നാണോ? അതെ. ഇതെങ്ങനെ പോസിബിൾ ആകും? അറിയില്ല. ക്രിസ് ഇതിനെ ഒരവസരമായിട്ട് കണ്ടു എവിനോടെടുക്കാൻ. പാവം എന്റെ എവി അറിയാതെ പോയി കുഴിച്ചടി. ചാടിയ കാര്യം പോലും ആ പാവത്തിന് അറിയില്ല. അത് തന്നെയാ ക്രിസ്റ്റിയുടെ വിഷമം. അവനെ ക്രിസ്സായി തന്നെ അംഗീകരിക്കുമോന്നാ ഇപ്പോഴത്തെ അവന്റെ പേടി. അതോർത്ത് പേടിക്കണ്ട. ക്രിസ്റ്റിയായി എവിനെ ക്രിസ് പറ്റിക്കുവാണെന്ന് അറിഞ്ഞിട്ടും എവി കൂളായി നിൽക്കുന്നുണ്ട്. അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോഴാ ഒന്ന് ശ്വാസം വീണേ. അല്ല, ഈ ക്രിസ്റ്റി എന്തിനാ ഇങ്ങനൊക്കെ ചെയ്തേ? അവൻ എവിയോട് എന്താ ഇത്ര ദേഷ്യം? എവിയോടല്ല, ക്രിസിനോടാണ് അവന് ദേഷ്യം. പണ്ട് തൊട്ടേ ഇവർ തമ്മിൽ ചേരില്ലായിരുന്നു. രണ്ടും 2 സ്വഭാവമായതുകൊണ്ട് ഒത്തുപോവില്ലായിരുന്നു. അതുകൊണ്ട് ക്രിസിന്റെ സ്കൂൾ ലൈഫൊക്കെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു. പിന്നീട് അവരെ ഒരുമിക്കാൻ വേണ്ടി തന്നെ പേരൻസ് ഒരേ കോളേജിലാക്കി. കോളേജിൽ പഠിക്കുന്ന ടൈമില് ക്രിസ്റ്റിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നാൻസി. അവനത് വളരെ സീരിയസ് ആയിരുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെ അല്ലായിരുന്നു. അവൾക്ക് വേണ്ടത് ക്രിസിനെ ആയിരുന്നു. അതറിഞ്ഞ ക്രിസ് വെറുതെ ഇരിക്കോ? എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ബ്രദറല്ലേ ക്രിസ്റ്റി. അവനെ ചതിക്കുന്നത് കണ്ടപ്പോ അവന് സഹിച്ചില്ല. അവളും അവനും വഴക്കായി. വഴക്കിന്റെ ഒടുവിൽ അവള് ബാൽക്കണിയിൽ നിന്നെടുത്ത് ചാടി. കണ്ടുകൊണ്ട് വന്ന ക്രിസ്റ്റി വിചാരിച്ചത് ക്രിസ്സാണ് അവളെ തള്ളി താഴെയിട്ടെന്ന്. ചെറിയ ഉയരമായതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല. പക്ഷെ വധശ്രമത്തിന് ക്രിസിന് നേരെ കേസെടുത്തു. ക്രിസ്റ്റി ക്രിസിന്റെ ശത്രുവായി. ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അവൻ വിശ്വസിച്ചില്ല. ക്രിസ് നാൻസി യൂസ് ചെയ്തു. അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് ക്രിസ്റ്റിയോട് പറയുമെന്ന് പറഞ്ഞപ്പോ ക്രിസ് അവളെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞത്. അത് തന്നെ ക്രിസ്റ്റിയും വിശ്വസിച്ചു. ഇമ്മാനുവൽ അങ്കിൾ പോലീസിലായതുകൊണ്ട് കേസ് ഒതുക്കി തീർത്തു. പക്ഷെ അവിടുന്ന് എല്ലാ പ്രശ്നവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം നാൻസി നാട്ടിൽ നിന്ന് തന്നെ പോയി. ക്രിസ് കാരണമാണ് നാൻസി തന്നെ വിട്ടുപോയതെന്നും ഈ പ്രശ്നത്തിലെല്ലാം കാരണം ക്രിസ് ആണെന്നും ക്രിസ്റ്റി വിശ്വസിച്ചു. പിന്നീട് ക്രിസ്റ്റിയായിട്ടുള്ള അംഗം വിട്ടായിരുന്നു. കേസിന്റെ വഴക്കും പേരൻസിന്റെ പ്രഷറും എല്ലാം കൂടെ ആയപ്പോ അവന് സഹിച്ചില്ല. അവൻ നാട് വിട്ടു. ആരും അവനെ വിശ്വസിക്കാതിരുന്നത് അവൻ ഏറ്റവും കൂടുതൽ സങ്കടമാക്കി. ഇതിന്റെയൊക്കെ ഇടയിൽ തന്നെ ആയിരുന്നു ക്രിസ് എവിനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതുമല്ല. അവനുമായിട്ട് കൺഫസ് ചെയ്യാൻ ചെന്ന സമയത്ത് പ്രശ്നം ഗുരുതരമായി. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. പിന്നീട് അവൻ കൊറിയയിലെത്തി. അവിടെ വെച്ച്
ഡോക്ടർ, ഞങ്ങളുടെ മാസ്റ്ററിനെ ഇപ്പൊ എങ്ങനെയുണ്ട്? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഒന്നും പറയാറായിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? താൻ എവിടുത്തെ ഡോക്ടറാണോ? എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന് ജീവൻ കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അതിനുള്ള സഹായങ്ങൾ ക്രമീകരിക്കാനേ എനിക്ക് പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. പിന്നെ വണ്ടി ഓടിച്ചിരുന്ന മറ്റേ ആള് സേഫാണ്. ബോധം വരുമ്പോ കയറി കാണാം. ഇയാള് എന്ത് ഡോക്ടറാണ്? ഇച്ചായന് പ്രശ്നമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇച്ചായ, ജോൺ മാസ്റ്റർ ഒന്നും പറയാറായിട്ടില്ലെന്നാ പറഞ്ഞേ. ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാരാ? അതൊരു പയ്യനാ, വെളിയിൽ നിപ്പുണ്ട്. അവനോട് എന്നെ കണ്ടിട്ടേ പോകാവൂന്ന് പറയണം. പറയാ. മിസ്റ്റർ ആൽവിൻ, തന്റെ കൈക്കും കാലിനും നല്ല പരിക്കേറ്റിട്ടുണ്ട്. റെസ്റ്റ് എടുക്കണം. പിന്നെ യോങ് മാസ്റ്റർ ഓക്കെ അല്ലേ? അത് പറയാനാ ഞാൻ വന്നേ. അയാളുടെ ബോഡി പാരലൈസ്ഡ് ആയി. 2 കാലിൽ അയാൾക്കിനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. ഡോ, എന്താണ് പറയുന്നേ? ഹേ ജോൺ, വേണ്ട. ഈ ചായ നമ്മുടെ മാസ്റ്റർ. ഡോക്ടർ പൊക്കോ. ഇവന്മാർക്കെന്താ പ്രാന്താണോ? ഇവന്മാരെ പറച്ചിലേട്ടാത്തുന്ന ഞാനാണ് ആക്സിഡന്റ് ആക്കിയത്. ഡോക്ടറിനെ വന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തെടുക്കുന്ന ടീമാണ്. ജീവൻ വേണേ വാ. ജോൺ, ഇത് ചെയ്തവന്മാരെ കണ്ടുപിടിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് ഇവന്മാരെ തീർക്കണം. അത് ശരിയാക്കാൻ ചായ. ഒരുത്തനെയും വെറുതെ വിടരുത്. ഈ ചായ ഇവനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. നിങ്ങൾ പൊക്കോ. എന്താ പേര്? ക്രിസ്. മലയാളിയാണോ? അതെ. ജോലി ചെയ്യുവാണോ അതോ പഠിക്കുവാണോ? പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെന്താ കൊറിയർ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. കൊള്ളാലോ. അപ്പോ നാട് വിട്ടതാണ്, അങ്ങനെയും പറയാം. ഞാൻ നടന്നു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ആക്സിഡന്റ് ആവുന്ന കണ്ടേ. റോഡിൽ ഇട്ടേച്ച് പോകാൻ തോന്നിയില്ല. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്. അതിന് വലിയൊരു താങ്ക്സ്. താങ്ക്സ് ഒക്കെ എന്തിനാ? ഇതൊക്കെ മനുഷ്യത്വല്ലേ. നിന്നെ എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടായി. പഴയ എന്നെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ഓഫർ തരട്ടെ. നിനക്ക് ഞങ്ങളോട് നിൽക്കാൻ പറ്റും. എന്താ മടിക്കുന്നെ? മടിയുണ്ടായിട്ടല്ല. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. മറിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് വെച്ചാലും നിങ്ങളുടെ ഇവിടുത്തെ രീതി വെച്ചിട്ട് നിങ്ങൾ ചില്ലറക്കാരില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചെയ്യുന്ന ജോലിയും സാധാരണ അല്ലെന്നും എനിക്കറിയാം. അത് ശരിയാ, സാധാരണക്കാർക്കുള്ള ജോലിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുപിടിയത്. നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ മാനിക്കും. ഞാനൊരു ഉപദേശം തരാം. കഴിഞ്ഞു പോയതിനെ ചൊല്ലി സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാ. നീ ശരിക്കും ആലോചിക്കും. താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും. ആൽവിൻ, പ്ലീസ് ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ ചെയ്തത് ചെറിയൊരു തെറ്റാന്ന് തോന്നുന്നുണ്ടോ? നീ ചെയ്തതിന് മരണമല്ലാതെ വേറൊരു ശിക്ഷയും ഞാൻ തരില്ല. അതങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ ആൽവിൻ ഫിലിപ്പ്. യോങ്ങിന്റെ കാവൽ നായ. നിന്നെയൊക്കെ തീർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ആയുസ് കൂടിപ്പോയതുകൊണ്ട് നീയൊന്നും ചത്തില്ല. നിന്റെയൊക്കെ ഒരു വിചാരമുണ്ട്. നിന്റെ ഈ ഗ്രൂപ്പിനെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരം നിനക്കുണ്ട്. അത് ഇന്നത്തോടെ ഞാൻ തീർക്കും. ഇച്ചായ, ഇങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാൻ പാടില്ല. ബോഡി ഡംപ് ചെയ്യാനോ അതോ ഇവന്റെയൊക്കെ വീട്ടുകാർക്ക് പാഴ്സൽ അയക്കുവാണോ? ഓൾറെഡി തല്ലിപ്പൊളിയായിരുന്ന ഞാൻ ഇതറിഞ്ഞപ്പോ നാട്ടിൽ നിന്ന് കൊറിയയിലേക്ക് വണ്ടി കയറാൻ അധികം വൈകിയില്ല. പിന്നീട് അങ്ങോട്ട് ക്രിസിന്റെ വളർച്ചയായിരുന്നു. SK എന്നറിയപ്പെടുന്ന സിംഗിങ് കിമിന്റെ വളർച്ച. ஒரு கண் அழகனே இதில் எந்த கண்ணுல உண்மை
അങ്ങനെയിരിക്കെ ക്രിസ് അറിഞ്ഞു ക്രിസ്റ്റി എവിനെ പറ്റിക്കുകയാണെന്ന്. എവിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ക്രിസിനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതിനവൻ നാട്ടിലോട്ട് വന്നത്. പക്ഷെ അവർക്ക് ആക്സിഡന്റ് സംഭവിച്ച് പ്രശ്നം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങൾ ചിന്തിച്ച പോലുമില്ല. മിക്കി, നീ എന്തോന്നും മിണ്ടാത്തെ? നിങ്ങള് ശരിക്കും മാഫിയാണോ? അതെ, ഞാൻ ആദ്യമായിട്ട് ജീവനോടൊരു മാഫിയനെ കാണുന്നേ. ഇങ്ങനെ ശരിക്കല്ല പേടിയാവുന്നു. എന്തിന്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഹേയ് മിക്കി, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങളെ ദ്രോഹിക്കാത്ത ആരെയും ഞങ്ങളൊന്നും ചെയ്യില്ല. ദ്രോഹിച്ച ചിലപ്പോ കൊന്നോളെ, അല്ലെങ്കിൽ അവര് മരണത്തിന് വേണ്ടി കെഞ്ചുന്നിടം വരെ അവരെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. പേടിക്കണ്ടടാ, പറയുന്നത് അത്ര ഡേഞ്ചർ ഒന്നും അല്ല ഞങ്ങൾ. അതെനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി. എന്നാലും ആൽവിനിച്ചാൻ ഞങ്ങളോട് ഇച്ചത് ചെയ്യുമെന്ന് കരുതിയില്ല. നെതർലാൻഡ് എന്നാണ് കൊറിയയിലേക്ക് മാറ്റി. ഇതിനും ഭേദം സത്യം ഒന്നും അറിയാതിരിക്കുന്നതായിരുന്നു. ഉള്ള സമാധാനം പോയെന്ന് ഈശ്വര. എന്തായാലും എല്ലാരും അറിയും. ആദ്യം അതുകൊണ്ട് നീ തന്നെ അറിഞ്ഞോട്ടെന്ന് വെച്ചു. ഹരി പറഞ്ഞത് ശരിയാ. ഇമാജിനേഷനേക്കാൾ ഡേഞ്ചർ ആ റിയാലിറ്റി. എന്താ? അതൊന്നുമില്ല. പറയുന്നേ, എന്റെ സങ്കല്പത്തിലുള്ള ബോയ് ഫ്രണ്ട് ഒരു മാഫിയ ആയിരിക്കണോന്നായിരുന്നു. പക്ഷെ അത് ഇനി വേണ്ട എന്ന് വെച്ചാലോ എന്ന് ആലോചിക്കുക. ഹേയ്, അങ്ങനൊന്നും ആലോചിക്കണ്ട. അതെന്തായാലും നന്നായി. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായല്ലോ. എന്താ എന്റെ പൊന്നു കോഴിക്കുഞ്ഞെ, നീ ശരിക്കും ഒരു ട്യൂബ്ലൈറ്റ്. പറഞ്ഞിട്ട് പോ. ക്രിസ് മോനെ, നീ എഴുന്നേറ്റ? ഞാൻ കോമയിലായിട്ട് ഇപ്പൊ എത്ര നാളായമ്മ? 1 മാസത്തോളമായി കാണും മോനെ. എന്തായാലും അമ്മയ്ക്ക് സന്തോഷം. ഞാനിത് ഏട്ടനെ വിളിച്ചറിയിക്കട്ടെ? വേണ്ട. അതെന്താ? ആരെ അറിയിക്കണ്ട. അവനിവിടെ. ആരാ? ക്രിസ്റ്റിയാണോ? അവൻ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോയേക്കാം. കുറച്ചു ദിവസത്തിനുള്ളിൽ വരുമായിരിക്കും. നിനക്ക് അവനെ കാണണോ? ഞാൻ വേണേ അവനെ വിളിക്കാം. വേണ്ട, അവനെ ഞാൻ പോയി കണ്ടോളാം. ഇത്രയും നാളെ നീ കളിച്ച ഗെയിം അത് അവസാനിക്കാൻ പോവാ ക്രിസ്. സ്മൈലേ പതഞ്ഞു തൂവരുതേ, ഡ്രീമേ തിടുക്കം കാട്ടരുതേ, സ്പാർക്കേ അണഞ്ഞു പോകരുതേ, റോങ് വേ നടത്തി വാട്ടരുതേ. നീ പാക്കുമ്പോത് മേലാകെ തിളയ്ക്കണ ബട്ടർഫ്ലൈസ്, കീഴ്വയറ്റിൽ പറന്നരാഗോലം പോടുന്ന തിങ്കൾ വെട്ടത്തിൽ തനിയെ കാണണം നിന്നെ പൊന്നി ജീവനെ. കലമാനെ കൊല്ലും കാതൽ പൊന്മാനെ, നീ മയക്കാതെ മനസ്സാകെ മെയ്
എവിടെ ചർച്ചുണ്ടോ അവിടെ പോയില്ലവന് വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര ഭക്തിയാണ്. എന്റെ കർത്താവേ, എന്റെ ലൈഫ് ഇനി എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാ. ഈ സന്തോഷം താൽക്കാലികമാക്കരുതേ. പോകാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എവിക്ക് സാക്രമെന്റ് ഓഫ് മാട്രിമോണിയാണോ ഇഷ്ടം, ഡെസ്റ്റിനേഷൻ വെഡിങ് ആണോ ഇഷ്ടം? അങ്ങനൊന്നുമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇപ്പൊ കെട്ടാന്ന് പറഞ്ഞാലും ഓക്കെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ശരിക്കും. അതെ ലവ് ബേർഡ്, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? ട്രിപ്പ് വന്നിട്ട് ഇന്നാണ് ഒന്ന് എൻജോയ് ചെയ്ത്. സത്യം. മിക്കി വാ. എങ്ങോട്ടാ? വാ ഇങ്ങോട്ട്. എന്നാ ഞാനൊന്ന് കാല് നനച്ചിട്ട് നിങ്ങളെ കാര്യം. എവി, ഒരു സർപ്രൈസ് തരട്ടെ. ഇപ്പോഴോ? ഓക്കെ. ഇതെനിക്കാണോ? താങ്ക് യു. എവി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ താങ്ക്സ് പാടില്ലെന്ന്. സോറി. എവി, ഞാൻ ശീലിച്ചു പോയി, അതുകൊണ്ടാ. ലവ് യു. അതൊക്കെ അല്ലേ? ഡെഫിനറ്റ്ലി. ഹബി, ഇതിനൊരുപാട് കാശായി കാണില്ലേ? കണ്ടിട്ട് ഡയമണ്ട് ആന്ന് തോന്നുന്നു. നിനക്ക് എവിടുന്ന ഇത്രയും കാശ്? അപ്പം തന്നാ പോരെ, കൊഴിയണോ? എനിക്കിത് ആദ്യമായിട്ടാ ഒരാൾ എക്സ്പെൻസീവ് ഗിഫ്റ്റ് തരുന്നത്. അതിന്റെ ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാ. പിന്നെ എനിക്കും ഇങ്ങനെ തിരിച്ച് ഗിഫ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത്ര വില കൂടിയ ഗിഫ്റ്റ് ഒന്നും തരാനുള്ള പാങ് എനിക്കിപ്പ ഇല്ല. ഹേവി, നിന്നിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് തരുന്നത്. ഇഷ്ടമുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, യു ആർ മൈ എക്സ്പെൻസീവ് ഗിഫ്റ്റ്. അതുകൊണ്ട് വേറെണ്ണത്തിന്റെ ആവശ്യം എനിക്കില്ല. ലവ് യു ഹബി. ലവ് യു മാത്രമേ ഉള്ളൂ. വേറെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വല്ലാണ്ട്. ആണല്ലേ? ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും എന്റെ ഉപ്പൂപ്പ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഏവേ, എനിക്കിപ്പോ ഭയങ്കര ക്ഷീണം. ഒരു എനർജി ബൂസ്റ്റർ കിട്ടിയിരുന്നത് നല്ലതായിരുന്നു. അതാ ഇപ്പൊ കടലിലെ വെള്ളം നല്ല എനർജി ബൂസ്റ്ററാ. വേണ്ട, ഞാൻ ഇവിടെ അടങ്ങിയിരുന്നോളാം. എവി, ഞാനും ആൻസിനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ടൂറിസ്റ്റ് കമ്പനിയാ. കൊള്ളാലോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഭാവിയിൽ എന്റെ ബിസിനസ് ക്രൈം പാർട്ട്ണർ ആവാൻ താല്പര്യമുണ്ടോ? ഓഫറുകൾ എന്നും എനിക്കൊരു ഹര. തള്ളിക്കളയുന്നില്ല. എവി, ഞാൻ നിനക്ക് അയച്ച കത്തുകളൊക്കെ ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. നീ തന്ന ഒരു സാധനവും ഞാൻ കളഞ്ഞിട്ടില്ല. അല്ല, എല്ലാം മറന്നു പോകുന്ന നീ കത്തയച്ചതൊന്നും മറന്നിട്ടില്ലല്ലേ? അത് പിന്നെ ഹെവി, ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ മറന്നിട്ടുള്ളൂ. ചിലതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓ, തന്നെ എങ്കിലും സത്യം പറയരുത്. നീ എവിയോട് ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു. സോള് സ്വിച്ച് ആയ കാര്യം പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അതവൻ ക്രിസിന്റെ അടുത്തൊന്നും അറിയുന്നതല്ലേ നല്ലത്. ക്രിസിനോട് എന്തെങ്കിലും പറഞ്ഞു? ഹേയ് ഇല്ല, അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചറിയുന്നതല്ലേ നല്ലത്. ഇതൊക്കെ ഇനി എന്ന് അവസാനിക്കുമോ എന്തോ. എല്ലാം ഉടനെ തന്നെ ശരിയാവും. അല്ല മിക്കി, നീ ഇപ്പോഴും സിംഗിൾ അല്ലേ? ആണല്ലോ. മിങ്കിളാവാൻ താല്പര്യമില്ലേ? താല്പര്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. സങ്കല്പത്തിന് ഒരാളെ കിട്ടണ്ടേ? അതിന് ഞാൻ ഓക്കെ അല്ലേ? നീയോ? ഒന്ന് പോയേ. നിക്ക്, എന്താ എനിക്കൊരു കുഴപ്പം? എന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരാളല്ലേ ഞാൻ. ആൻസർ, നിന്റെ ഡ്രാമ ഇതുവരെ നിർത്താറായില്ലേ? എനിക്കിങ്ങനെ കൂടുതൽ ഫ്ലേർട്ട് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. അപ്പോ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ വെറുതെ ടൈം പാസിനെ ഫ്ലേർട്ട് ചെയ്ത് ഡ്രാമ കളിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? അല്ലാതെന്താ, നിനക്കെന്നോട്ട് ദിവ്യ പ്രേമമാണ്? അതെ. എന്താ? അതെ, എനിക്ക് നിന്നെ ഇഷ്ടാ ഒരുപാട്. ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. നീയും ആനയും റിലേഷൻഷിപ്പിലാണെന്നാ ഞാൻ കരുതിയേ. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള ഇഷ്ടം നീ അറിയാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിന്നെ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഓരോ ദിവസം നിന്നെ കാണും തോറും എനിക്ക് ഇഷ്ടം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം ആനി നീയും റിലേഷൻഷിപ്പിൽ അല്ലെന്ന് അറിഞ്ഞപ്പോ നിന്നോട് ഇതെങ്ങനെ പറയുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ നീയായിട്ട് ഓരോ അവസരം മുന്നേറ്റായിരുന്നു. ഞാൻ കാണിക്കുന്നത് കണ്ടിട്ടെങ്കിലും എന്റെ ഉള്ളിലുള്ള ഇഷ്ടം നീ മനസ്സിലാക്കുമെന്ന് കരുതി. എവിടുന്ന്? നീ ഒരു ട്യൂബ് ലൈറ്റ് ആണെന്ന് ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞു. ഞാൻ പോവാ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കാറ്റുണ്ടോ? പറന്നു പോവാതെ നോക്കണം. ആൻസർ, നിക്ക്. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഐ എം സോറി. എനിക്കറിയില്ലായിരുന്നു നിന്റെ ഫീലിങ്സ് ജെന്യുവൻ ആണെന്ന്.
ഞാൻ കരുതി ഇതൊക്കെ നിന്റെ തമാശയാന്ന്. എല്ലാം ഇപ്പൊ മനസ്സിലായല്ലേ? അല്ലേലും നീ പറഞ്ഞ പോലെ നിന്റെ സങ്കല്പത്തിനൊത്ത ഒരാളല്ല ഞാൻ. ആൻസൺ, നീ ഒന്നും പറയണ്ട. നിന്റെ വായിന്ന് റിജക്ഷൻ കേട്ടാ അതെനിക്ക് സങ്കടാവും. എനിക്ക് റിപ്ലൈ വേണ്ട, ഞാൻ പൊക്കോളാം. ആൻസൺ, ഒന്ന് നിക്ക്. എന്റെ മുഖത്തേക്ക് നോക്ക്. എന്റെ മുഖത്തേക്ക് നോക്കട പൂച്ച കുഞ്ഞെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ശരിയാ, ഞാൻ നിന്നെ എന്റെ ഫ്രണ്ടിന്റെ ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീ നിന്റെ ഫീലിങ്സ് പറഞ്ഞ ശേഷം ഞാൻ നിന്നെ അതുപോലെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ആൻസൺ, എന്റെ സങ്കല്പത്തിനുപരി എന്നെ സ്നേഹിക്കുന്ന ആളെ ഞാൻ തിരിച്ചു സ്നേഹിക്കേണ്ടത്. അപ്പൊ നീ എനിക്ക് കറക്റ്റ് പേഴ്സൺ. മനസ്സിലായോ? നിനക്ക് ഇത്രയും മെച്ചുവേർഡ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയോ? ആദ്യം എന്നെ കൊച്ചാക്കുന്നത് നിർത്ത്, അല്ല നിന്റെ ബൾബിടിച്ച് ഞാൻ താഴെയിടും. ബേബി, അത് നിനക്ക് തന്നെയല്ലേ ഭാവി ദോഷം. ഛേ, വൃത്തികെട്ടവൻ. ഞാൻ പോയേ. നിക്കവിടെ. ഹബി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ചോദിക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും നീ സഹായിച്ചു തരൂ? എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സഹായിച്ചു തരും. എനിക്ക് വേണ്ടി മരിക്കാൻ പറഞ്ഞാലും? ബേബി, മരിക്കാൻ എനിക്ക് പേടിയില്ല. നിന്നെ എനിക്ക് നഷ്ടമാകും എന്നതിലുപരി ഒന്നും ഞാൻ ഭയാനകമായി കാണുന്നില്ല. ഹബി. ലവ് ബേർഡ്സ്, നമുക്ക് പോയാലോ? ഇരുട്ടി തുടങ്ങി. എല്ലാം നശിപ്പിച്ച് തെണ്ടി. നിനക്കിതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നേ? ഒരു മനസ്സുക. അല്ല, ആനി എന്തി? അത് ശരിയാണല്ലോ, അവളെന്തി? അതാ വിളിക്കുന്നു. മിക്കി, ഹലോ ഡി, നീ എവിടാ? നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. അതെന്താ? നീ ഇപ്പൊ എവിടാ? എടാ, ഞാനിവിടെ വെച്ച് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവളുടെ കൂടെ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. താമസിക്കാം, നിങ്ങൾ വിട്ടോ. എന്നാ നമുക്ക് പോയാലോ? എന്നാലും നമ്മളറിയാത്ത ഏത് ഫ്രണ്ടാടാ അവൾക്ക്? അതാ ഞാനും ആലോചിക്കുന്നത്. വല്ല അംഗനവാടിയിലും പഠിച്ച ഫ്രണ്ടായിരിക്കും. നിങ്ങൾ വരാൻ നോക്ക്. എവി, കോള് വരുന്നു, അറ്റൻഡ് ചെയ്തിട്ട് വരാവേ. ഓക്കെ. ഹലോ അപ്പ, എന്താ വിളിച്ചേ? മിക്കി, മിക്കി, എന്താടാ? എന്താ? എവിനെ ആരോ പിടിച്ചോണ്ട് പോയി. എന്താ? അതേടാ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ അവനെ ആരോ വണ്ടി കയറ്റിക്കൊണ്ടുപോയി. ക്രിസ്, എന്താടാ? എവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. വാട്ട്?